കാവിൽ തൊടി പീഠത്തിൽ ധ്യാനഭാവം കൊണ്ട ദേവാ കാനനകാവിൽ. ഹായ്, നല്ല ജീവിത സന്ദേശങ്ങൾ കേട്ടുകൊണ്ട് ഒരു ദിവസം തുടങ്ങുമ്പോൾ തന്നെ നമുക്കൊരു ഉന്മേഷമൊക്കെ തോന്നും അല്ലേ? എന്നാൽ നല്ലൊരു മോട്ടിവേഷൻ സന്ദേശം ദേ ഈ കാണുന്ന സുഹൃത്ത് നമുക്ക് വേണ്ടി അയച്ചിട്ടുണ്ട്. നമുക്കത് എന്താന്ന് നോക്കിയാലോ. ജീവിതം മാറ്റുന്നത് വലിയ തീരുമാനങ്ങൾ കൊണ്ടല്ല, എല്ലാ ദിവസവും ആവർത്തിക്കുന്ന ചെറിയ ശീലങ്ങൾ കൊണ്ടാണ്. ഒരു ദിവസം നേരത്തെ എണീക്കുന്നത് വലിയ മാറ്റം ഉണ്ടാക്കില്ല, ഒരു ദിവസം പഠിക്കുന്നത് കൊണ്ടും വലിയ വ്യത്യാസം ഉണ്ടാവില്ല. പക്ഷേ അതേ കാര്യം തുടർച്ചയായി ചെയ്താൽ ഒരു ദിവസം തിരിഞ്ഞു നോക്കുമ്പോൾ നീ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ടാവും. കാരണം വിജയം പലപ്പോഴും ഒരു വലിയ സംഭവമല്ല, ചെറിയ കാര്യങ്ങൾ തുടർച്ചയായി ചെയ്തതിന്റെ ഫലമാണ്. അതുകൊണ്ട് ഇന്ന് ചെറുതായി തോന്നുന്ന നല്ല കാര്യങ്ങളെ അവഗണിക്കരുത്. ഒരു ദിവസം അവയാണ് നിന്റെ ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾക്ക് കാരണമാവുന്നത്. ഈ നല്ല മോട്ടിവേഷൻ സന്ദേശം കേട്ടുകൊണ്ടാവട്ടെ ഇന്നത്തെ തുടക്കം. ഇദ്ദേഹത്തിന്റെ നല്ലൊരു സന്ദേശവുമായി വീണ്ടും കാണാം. ബൈ. കർണകിപ്പാട്ടുമായി പാട്ടമ്പലത്തിൽ ഉത്സവക്കൂത്തു തുടങ്ങി. തൃക്കൊടിയേറവെ ചിക്കര കുട്ടികൾ അമ്മയെ പാടി സ്തുതിപ്പൂ. കർണകിപ്പാട്ടുമായി പാട്ടമ്പലത്തിൽ ഉത്സവക്കൂത്തു തുടങ്ങി. തൃക്കൊടിയേറവെ ചിക്കര കുട്ടികൾ അമ്മയെ പാടി സ്തുതിപ്പൂ. ആരൂപങ്ങളും അംഗരൂപങ്ങളും ദേവിക്ക് നൈവേദ്യമായി. ആരൂപങ്ങളും അംഗരൂപങ്ങളും ദേവിക്ക് നൈവേദ്യമായി. കർണകിപ്പാട്ടുമായി പാട്ടമ്പലത്തിൽ ഉത്സവക്കൂത്തു തുടങ്ങി. തൃക്കൊടിയേറവെ ചിക്കര കുട്ടികൾ അമ്മയെ പാടി സ്തുതിപ്പൂ. ആയിരം കൈകളിൽ വഴിപാടുമായി മുന്നിൽ അടിമകൾ വാട്ടുന്ന നേരം. ആയിരം കൈകളിൽ വഴിപാടുമായി മുന്നിൽ അടിമകൾ വാട്ടുന്ന നേരം. കുംഭമാസത്തിൽ തിരുവോണനാളിൽ വന്നു മഹോത്സവരാത്രി. കുംഭമാസത്തിൽ വന്നു മഹോത്സവരാത്രി. ജാതിഭേദങ്ങളും വർണ്ണവൈരങ്ങളും മായുമെന്നമ്മതൻ മുന്നിൽ. ജാതിഭേദങ്ങളും വർണ്ണവൈരങ്ങളും മായുമെന്നമ്മതൻ മുന്നിൽ. ദേവി ശരണം വിളിച്ചു കൊളുത്തി ഞാൻ ഇന്നെന്റെ മുജ്ജന്മതാപം. ദേവി ശരണം വിളിച്ചു കൊളുത്തി ഞാൻ ഇന്നെന്റെ മുജ്ജന്മതാപം. കർണകിപ്പാട്ടുമായി പാട്ടമ്പലത്തിൽ ഉത്സവക്കൂത്തു തുടങ്ങി. തൃക്കൊടിയേറവെ ചിക്കര കുട്ടികൾ അമ്മയെ പാടി സ്തുതിപ്പൂ.